ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമെ TV സീരീസിന്റെ സീസൺ 3 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ടാക്കമിച്ചിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുവാണ് കിസുക്കി. ഗണ്ണോ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കോക്കോ. ടാക്കമിച്ചിയെ ഇപ്പൊ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും നോക്കി നിൽക്കുന്നു. കിസുക്കി, നീ എന്തായി കാണിക്കുന്നേ? ഇത് ജസ്റ്റ് ഒരു ഫൈറ്റ് മാത്രമല്ലേ എന്ന് കോക്കോ ചോദിക്കുന്നു. എന്താണെന്നറിയില്ല, ഇതുപോലൊരു സിറ്റുവേഷൻ ഇതിനു മുൻപ് ഉണ്ടായത് കൊണ്ടായിരിക്കണം എനിക്കൊട്ടും പേടി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ടാക്കമിച്ചി പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് ടാക്കമിച്ചിയെ ഷൂട്ട് ചെയ്ത സമയത്ത് നാറൂട്ടോ ആയിരുന്നു അതിന്റെ മുമ്പിലോട്ട് ചാടിയത്. ഒരുപാട് നന്ദിയുണ്ട് നാറൂട്ടോ, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന്. ടോമാനെ നീ വേണേ രക്ഷിക്കാൻ എന്ന് ബാജി പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ഫ്യൂച്ചറില് ചീഫ് യു ടാക്കമിച്ചിക്ക് വേണ്ടി ജീവൻ കളഞ്ഞു. അവരെല്ലാവരും തന്ന ധൈര്യം കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷനില് എനിക്ക് കുറച്ചുകൂടി പേടി തോന്നുന്നില്ല എന്ന് ടാക്കമിച്ചി പറയുന്നു. എന്താ കിസുക്കി, നിനക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു എന്ന് ടാക്കമിച്ചി പറയുന്നത് കേട്ട് കിസുക്കിയുടെ മുഖത്ത് ചെറുതായിട്ട് ഭയം വരുന്നു. പെട്ടെന്നാണ് കിസുക്കി ടാക്കമിച്ചിയെ ഷൂട്ട് ചെയ്തത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. എല്ലാവരും ടാക്കമിച്ചിയെ തന്നെ നോക്കുന്നു. കിസുക്കിയുടെ കൈയൊക്കെ വിറക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവന്റെ കാലിനായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് പറ്റി കിസുക്കി? കാലിനെ ഷൂട്ട് ചെയ്താ ഞാൻ മരിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഇപ്രാവശ്യം ഞാൻ ഒരിക്കലും തോൽക്കില്ല, അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് എന്ന് ടാക്കമിച്ചി മനസ്സിൽ പറയുന്നു. മൈക്കി, കാസിറ്റോറ, ആക്കോൺ, ഡ്രാഗൺ, മിക്സുയ എന്തിനേറെ പറയുന്നു, ഫ്യൂച്ചറില് ഹീന വരെ മരിച്ചുപോയി. ടാക്കമിച്ചിക്ക് വേണ്ട എല്ലാവരും ഫ്യൂച്ചറിൽ മരിച്ചുപോയി. ഞാൻ മൈക്കിയുടെ പോലെ കരിഷ്മാറ്റിക്കല്ല, നാറൂട്ടോടെ അത്രേ സ്മാർട്ടും അല്ല, കോക്കോടെ പോലെ എന്നെ കൊണ്ട് പണം മേക്ക് ചെയ്യാൻ പറ്റില്ല, മൂച്ചോടെ പോലെ ഞാൻ ഒട്ടും സ്ട്രോങ്ങും അല്ല, ഡ്രാഗന്റെ പോലെ എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ എന്നെ കൊണ്ട് മാത്രമേ ഒരു കാര്യം പറ്റൂ, അതുകൊണ്ട് ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല. ചത്താലും കുഴപ്പമില്ല, ഒരിക്കലും ഞാൻ വിട്ടുതരില്ല എന്ന് ടാക്കമിച്ചി പറയുന്നു. ഇതൊക്കെ കേട്ട് ടാക്കമിച്ചിയെ കണ്ട് പേടിച്ചു നിൽക്കുവാണ് കിസുക്കി. ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് കിസുക്കി അവനോട് പറയുന്നു. എന്നാ കൊല്ലടാ, ഷൂട്ട് ചെയ്യ് എന്ന് പറഞ്ഞ ഗണ്ണിന്റെ മുമ്പിൽ പോയി നിൽക്കുവാണ് ടാക്കമിച്ചി. ഇതൊക്കെ കണ്ട് ചുറ്റുമുള്ളവർ ആരാ ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഹേമയെ ഒരു പേടിയില്ലാതെ നീ ഷൂട്ട് ചെയ്തില്ലേ, അതുപോലെ എന്നെയും ഷൂട്ട് ചെയ്യടാ, ഷൂട്ട് ചെയ്യ് എന്ന് പറഞ്ഞ് ടാക്കമിച്ചി കിസുക്കിയോട് പറയുന്നു. അവന് നേരെ പിടിച്ച തോക്ക് താഴ്ത്തി കിസുക്കി അവന്റെ മോതകിട്ട് ഒരു ഇടി അങ്ങ് കൊടുക്കുവാണ്. തെറിച്ചുപോയ ടാക്കമിച്ചിക്ക് ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്നാണ് ആക്കോൺ അങ്ങോട്ട് വന്ന് ടാക്കമിച്ചിയെ പൊക്കുന്നത്. വിട്ടുകൊടുക്കാതിരിക്കുന്നതല്ലേ നിന്റെ സ്ട്രെങ്ത്. ഞാനുള്ളിടത്തോളം കാലം ടോമനെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ സ്പീച്ച് കേട്ട് ഞാൻ അങ്ങ് ഇൻസ്പയർ ആയി മോനെ എന്ന് ആക്കോൺ പറയുന്നു. എടാ പൊട്ടാ, ഇവിടെ നീ മാത്രമല്ല നിന്റെ കൂടെ ഞങ്ങളും ഉണ്ട് എന്ന് വിളിച്ചു പറയുവാണ് പേയാൻ. ഗണ്ണിന്റെ മുമ്പിൽ വിറക്കാതെ നിന്ന ടാക്കമിച്ചിയെ കണ്ട് അവരെല്ലാവരും ഇൻസ്പയർ ആവുന്നു. ബാജിയുടെ സ്ഥാനം ബാജി നിനക്ക് തന്നത് ഒരിക്കലും വെറുതെ അല്ല എന്ന് ചീഫിയും പറയുന്നു. കിസുക്കി, ബാജിയെ കൊന്നതിന് ഞാൻ നിന്നെ കൊല്ലാനാടാ വന്നേ, പക്ഷെ നമ്മൾ ചെറിയ പിള്ളേരായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്നാലും ആരാ സ്ട്രോങ് എന്ന് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൈ വെച്ചാടാ ഫൈറ്റ് ചെയ്യുന്നേ എന്ന് ചീഫ് യു പറയുന്നു. താഴെ കിടക്കുന്ന എല്ലാ ടോമാൻ മെമ്പേഴ്സും എഴുന്നേറ്റ് നിൽക്കുവാണ്. ഇതാണല്ലേ ടോമാൻക്കും ടെഞ്ചിക്കോക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ് മൂയിച്ചോ നോക്കുന്നു. ഇതുപോലെ ആവണമെന്നാണ് ഞങ്ങളും വിചാരിച്ചേ. ഈസന, ശരിക്കും നമ്മൾ എന്ത് നോക്കിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് മൂയിച്ചോ ചിന്തിക്കുന്നു. നീ വലിയ സംഭവമായിട്ട് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ? എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഞങ്ങൾ തന്നെയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. ടോമാൻ ഇല്ലാതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു ഓഫർ തരാം. ടോമാനെ ടെഞ്ചിക്കോയോ ഒന്നാക്കാം, നമുക്ക് മൈക്കിയെ വേണമെങ്കിൽ അതിന്റെ ലീഡറും ആക്കാം, അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് കിസുക്കി പറയുന്നത് കേട്ട് ടെൻഷനായിട്ട് ആക്കിമിച്ച് അവന്റെ മോന്ത കിട്ടുന്നതും കൊടുക്കുന്നു. ഇത് തന്നെയാടാ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫ്യൂച്ചറിൽ എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ടാക്കമിച്ചി അവനോട് പറയുന്നു. ഇവൻ എന്തൊക്കെയാ പറയുന്നേ എന്ന് ചിന്തിക്കുകയാണ് കിസുക്കി. ഞാനെല്ലാം കോംപ്രമൈസ് ചെയ്ത് അങ്ങ് വിട്ടുതരാൻ വേണ്ടി വന്നതല്ല ഇപ്പോ, മനസ്സിലായോ എന്ന് ടാക്കമിച്ചിയും പറയുന്നു. നീ എന്താടാ എന്നെ മാത്രം ലക്ഷ്യം വെച്ച് വരുന്നേ എന്ന് കിസുക്കി ചോദിക്കുവാണ്. ഹേമയെ സിമ്പിളായിട്ട് കൊന്ന നിനക്ക് എന്താടാ എന്നെ കൊല്ലാൻ പറ്റാത്തേ പറ. ഇതേ സമയം ഫ്യൂച്ചറിൽ ജയിലിൽ കിടക്കുന്ന ഡ്രാഗനെ പറ്റി ആലോചിക്കാണ് ടാക്കമിച്ചി. വീണ്ടും എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാ അപ്പോഴാ കിസുക്കിയെ ഞാൻ കൊന്നുകളയും എന്ന് ഡ്രാഗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ എങ്ങനെയാ ഒരു കൊലയാളിയായതെന്ന് എനിക്കിപ്പം മനസ്സിലായി. നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കിസുക്കി ടാക്കമിച്ചിയോട് പറയുന്നു. മൈക്കിക്ക് ഇഷ്ടമുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കാനാണ് കിസുക്കി ശ്രമിക്കുന്നത് എന്ന് ഡ്രാഗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹേമ മരിച്ചത് കൊണ്ടാണ് ഭാവിയിൽ മൈക്കി ഒരു ഈവളായിട്ട് മാറിയത്. ഡ്രാഗൺ, മൈക്കി, ഹേമ എല്ലാവരും നീ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ടാക്കമിച്ചി വീണ്ടും അവനെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്ന ഇപ്രാവശ്യം ഇസാന അങ്ങോട്ട് വന്ന് അത് തടയുന്നു. ഇനി ഇത് ഞാൻ നോക്കിക്കോളാം കിസുക്കി എന്ന് പറഞ്ഞ് ഇസാന അവനെ ഒറ്റയിടി അങ്ങ് കൊടുക്കുന്നു. നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും എന്ന ഇതിനോടകം അടികൊണ്ട ടാക്കമിച്ചി താഴെ വീണ്ടും ഇസാനയുടെ അടുത്തോട്ട് വരുന്നു. ഞാൻ എല്ലാത്തിനെയും കൊന്നുകളയും എന്ന് ഇസാന പറയുന്നു.
അതിന് ഞാൻ നിന്നെ സമ്മതിക്കലടാ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി ഇസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇസാനെ ടാക്കമിച്ചിയെ അറ്റാക്ക് ചെയ്യുന്നു. താഴെ വീണ ടാക്കമിച്ചി വീണ്ടും അവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. നീ പറഞ്ഞത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് ഡ്രാഗൺ. ഹേമയെ അവൻ കൊന്നതുകൊണ്ടാണ് നീ അവനെ കൊന്നതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഇസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ടാക്കമിച്ചി. എന്നാൽ ടാക്കമിച്ചിക്ക് അവനെ തൊടാൻ പോലും സാധിക്കുന്നില്ല. അവൻ വീണ്ടും ടാക്കമിച്ചി അടിച്ച് താഴെ ഇടുന്നു. എന്നാൽ അതിലൊന്നും തോറ്റു കൊടുക്കാതെ ടാക്കമിച്ചി വീണ്ടും വീണ്ടും എഴുന്നേറ്റ് പോകുന്നു. അടികൊള്ളുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേറ്റ് പോകുന്നു. ഇനി എഴുന്നേക്കല്ല ടാക്കമിച്ചി എന്ന് പറഞ്ഞ് കോക്കച്ചോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടാക്കമിച്ചിയെ. ഡ്രാഗണും മൈക്കിയും ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ നിങ്ങളാണ് കാരണം എന്ന് പറഞ്ഞ് ടാക്കമിച്ചി വീണ്ടും എഴുന്നേറ്റ് വരുന്നു. അത്രയൊക്കെ അടികൊണ്ടിട്ടും എഴുന്നേറ്റ് വരുന്ന ടാക്കമിച്ചിയെ കണ്ട് ഇസാനക്ക് ഷിനിച്ചിറോയെ ഓർമ്മ വരുന്നു. ഞാൻ അവരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് ടാക്കമിച്ചി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ടാക്കമിച്ചിക്ക് അവനെ ഒരു അടി പോലും അടിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും ടാക്കമിച്ചി തന്നെയാണ് അടി മേടിക്കുന്നത്. ഇസാന മതി നിർത്ത് എന്ന് പറഞ്ഞ് വിളിച്ചു പറയാണ് കോക്കച്ചോ. എന്നാൽ ഇത്രയൊക്കെ അടികൊണ്ട് വായിൽ നിന്ന് ഒരുപാട് ബ്ലഡ് വീണ ടാക്കമിച്ചി ഒന്ന് താഴെ പോലും വീഴാതെ നിൽക്കുന്നു. മരിച്ചാ പോലും ഞാൻ തോറ്റു തരില്ലടാ എന്ന് പറയുന്ന ഒരാളുടെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കും? അവിടെ നിൽക്കുന്ന ശത്രുക്കൾക്ക് പോലും ടാക്കമിച്ചിയുടെ അവസ്ഥ കണ്ട് സങ്കടം വരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും മൈക്കിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഇസാനെ ഇപ്പൊ കൊലൂടാന്നും പറഞ്ഞു വരുവാണ് ടാക്കമിച്ചി. പെട്ടെന്ന് ടാക്കമിച്ചി അവിടെ നിൽക്കുന്നു. എന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കുന്നു. എന്തു പറ്റി? അവൻ ടയർഡായോ എന്ന് പറഞ്ഞ് മോയിച്ചോ നോക്കുന്നു. ഒരുപാട് ലേറ്റായി നീ വരാൻ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി മുകളിലോട്ട് കൈ അങ്ങ് പൊക്കുന്നു. ഞാനിപ്പോഴും തോറ്റിട്ടില്ല എന്ന് ടാക്കമിച്ചി പറയുന്നു. ഇവൻ എന്തീ പറയുന്നേ എന്ന് പറഞ്ഞ് ടെൻജിക്ക മെമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. എന്നാൽ ടോമാൻ മെമ്പേഴ്സിന് കാര്യം മനസ്സിലാവുന്നു. പുറകോട്ട് നോക്കി അവർ കാണുന്നത് സാക്ഷാൽ മാഞ്ചിറോ സാനോ അഥവാ നമ്മുടെ മൈക്കി. സോ മൈക്കി അങ്ങോട്ട് വന്നത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. ഇവന്റെ സിസ്റ്റർ ഇന്നല്ലേ മരിച്ചേ, പിന്നെ എങ്ങനെ ഇവൻ ഇവിടെ എത്തി? സോ ഭയങ്കര ഡാർക്ക് ഫീലില് ഇസാനയുടെ അടുത്തോട്ട് നടന്നു വരുവാണ് മൈക്കി. ടാക്കമിച്ചിയോട് സംസാരിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ഇസാനയും ക്രോസ് ചെയ്ത് പോകുന്നു. ഒരുപാട് നന്ദിയുണ്ട് ടാക്കമിച്ചി എന്ന് മൈക്കി പറയുന്നു. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ് ടാക്കമിച്ചി. അപ്പോഴാണ് തന്റെ ബൈക്കിൽ ഡ്രാഗണും അങ്ങോട്ട് വരുന്നത്. നോക്കുന്ന സമയത്ത് ഹീന അത് അതിന്റെ പുറകിൽ നിന്നും ഇറങ്ങി വരുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഹീന മൈക്കിയോട് ചോദിക്കുന്നു. തന്റെ സഹോദരി മരിച്ചതിന്റെ സങ്കടത്തിൽ ഒന്നും മിണ്ടാതിരിക്കുവാണ് മൈക്കി. ടാക്കമിച്ചിയെ കൊണ്ട് ഹേമയെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്ന് ഹീന പറയുന്നു. ഹേയ്, നിനക്കെന്താ പ്രാന്താണോ? ടാക്കമിച്ചി ഇതുപോലത്തെ വർത്താനമാണ് ഇവിടെ പറയാം. ഇതുപോലത്തെ സിറ്റുവേഷനില് ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെയാണോ വിളിച്ച് പറയാം എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ഡ്രാഗൺ. ഹേമയെ മാത്രമല്ല ഇനി ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. നീ ഇതെന്തൊക്കെയായി പറയുന്നേ എന്ന് ഡ്രാഗൺ അവളോട് ചോദിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞു. 12 വർഷങ്ങൾക്ക് ശേഷമുള്ള ഫ്യൂച്ചറിൽ അവിടെ ഇപ്പൊ ഞാനില്ല. ടാക്കമിച്ചി ഫ്യൂച്ചറിൽ നിന്നും വന്ന് അത് നടക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. ഇതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാം, പക്ഷേ ഇതാണ് സത്യം. ടാക്കമിച്ചിക്ക് നിങ്ങൾക്കുള്ള എല്ലാവരുടെയും ഫ്യൂച്ചറിനെ പറ്റി അറിയാം. നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ടാക്കമിച്ചി ശ്രമിക്കുന്നത് എന്ന് ഹീന പറയുന്നത് കേട്ട് പഴയ കാര്യങ്ങളെല്ലാം മൈക്കി ആലോചിക്കുന്നു. ഇവള് പറഞ്ഞത് ശരിയാവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അവനിക്കും മനസ്സിലാവുന്നു. പക്ഷേ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്നെ കൊണ്ട് അവനൊരു സഹായവും ചെയ്യാൻ പറ്റിയില്ല. ഫ്യൂച്ചറിൽ ഞാൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുവാണ് ഹീന. സോ ഇതൊക്കെ കേട്ടിട്ടാണ് ഡ്രാഗണും മൈക്കി ഇപ്പൊ അങ്ങോട്ട് വന്നത്. സോ ഇതൊക്കെ ടാക്കമിച്ചിയോട് പറഞ്ഞതിന് ശേഷം ഒരു സോറി പറയുവാണ് ഹീന. നീ അവരോടെല്ലാം വിളിച്ചു പറഞ്ഞോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ടാക്കമിച്ചി. അത് പിന്നെ അറിയാതെ വായ നിന്ന് വന്നതാ. ഇതേ സമയം തന്നെ ഡ്രാഗണും മൈക്കി ഒരു ഫൈറ്റിന് എന്നെ തയ്യാറെടുക്കുന്നു. മൈക്കി, മൊത്തം 200 പേരുണ്ട്. ഇവിടെ ഇപ്പൊ ആക്റ്റീവായി നിൽക്കുന്നത് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന മൈക്കി, ഇനി നിങ്ങൾക്ക് ആൾക്കാരെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് ടെൻജിക്കോ ഗാങ്ങിനോട് പറയുന്നു. ഞങ്ങളെ കണ്ടിട്ടെന്താ പൊട്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവരും വിളിച്ചു പറയുന്നു. എന്നെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചേ? വെറും 200 പേര് എന്നെ തോൽപ്പിക്കാൻ ഒരു 20,000 പേരെ കൊണ്ടുപോടാ എന്ന് മൈക്കി കോൺഫിഡൻസോട് കൂടി വിളിച്ചു പറയുന്നു. എന്ത് 20,000 പേരെ? ഇത് കേട്ട് ടാക്കമിച്ചി, മൈക്കി അവനിപ്പോഴും എനിക്കറിയാവുന്ന മൈക്കി തന്നെയാണ്, മാറിയിട്ടില്ല. എന്താ ഗൈസ്, ഇനി കുറച്ച് ഫണ്ണാവാലേ എന്ന് മൈക്കി അവരോട് ചോദിക്കുന്നു. എല്ലാവരും തയ്യാറാവ് എന്ന് ഡ്രാഗണും വിളിച്ചു പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഹീന, നീ കാരണമാണ് അവരിങ്ങനെ മാറിയത്. നീ മനസ്സിലാക്കിയത് തെറ്റി ടാക്കമിച്ചി. അവർ 2 പേരും പഴയതുപോലെ ആവാൻ കാരണം ശരിക്കും നീയാണ്. എന്റെ തല പൊട്ടുന്നത് പോലെ തോന്നുന്നു. എന്ത് പ്ലാൻ അവർ യൂസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കിസ്കി നമ്മുടെ പ്ലാൻ ഫെയിലായി എന്ന് പറഞ്ഞ് ഇസാന നേരിട്ട് കളത്തിലിറങ്ങുന്നു. ഓടിപ്പോയി മൈക്കി ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായതുകൊണ്ട് മൈക്കി ഒന്ന് പുറകോട്ട് പോകുന്നു. ഇവൻ പഴയതിനേക്കാൾ ഫാസ്റ്റ് ആയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കുന്നു. ഒരു എംടി ഷെല്ലായിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് മൈക്കി? ഷീനിച്ചിറോ
ഹേമ, നിന്റെ എല്ലാമായ രണ്ടു പേർ മരിച്ചില്ലേ? ഈ ഫീൽ എങ്ങനെയുണ്ട് മാഞ്ചറോ സാനോ എന്ന് ഇസാന ചോദിക്കുന്നു. ശരി, നമുക്കൊരു കൈ നോക്കാം മൈ ബ്രദർ എന്ന് പറഞ്ഞ് മൈക്കി അവനെ തന്നെ നോക്കുന്നു. സോ ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി എങ്ങനെ ടാക്കിമിജിക്ക് അറിയാം എന്നുള്ളൊരു ഡൗട്ട് പണ്ടേ മൈക്കിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഹീന വന്ന് പറഞ്ഞത് കൊണ്ടാണ് മൈക്കിയും ഡ്രാഗണും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. എന്നാൽ ശരിക്കും മൈക്കിയും ഡ്രാഗണും ടാക്കിമിജിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം വിശ്വസിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരിക്കും. ബൈ.